നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഗംഭീര വിജയമാണ് ന്യൂസിലാൻഡ് ടീം ഇന്ത്യക്ക് മേൽ ഈ രണ്ടാം ഏകദിനത്തിൽ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി 3 മത്സരങ്ങളുടെ പരമ്പര 1-1 ഒപ്പത്തിനൊപ്പമായിരിക്കുകയാണ്. മൂന്നാമത്തെ മത്സരം നിർണായകമായി മാറിയിരിക്കുകയാണ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റിന് 284 റൺസ് അടിച്ചപ്പോൾ അതിൽ ഇന്ത്യയുടെ കരുത്തായി നിന്നത് KL രാഹുലിൻ്റെ കിടിലൻ സെഞ്ചുറിയാണ്. 92 പന്തുകളിൽ നിന്ന് 11 ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം 112 റൺസാണ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സിൻ്റെ കരുത്തായി നിന്നത് ഡാരിൽ മിച്ചലാണ്. 117 പന്തുകളിൽ നിന്ന് അദ്ദേഹം 11 ഫോറും 2 സിക്സും അടക്കം 131 റൺസ് അടിച്ചപ്പോൾ അവരുടെ ടീം അനായാസം വിജയത്തിലേക്ക് പോയി. വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 47.3 ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടന്നു. ടോസ് ലഭിച്ച ന്യൂസിലാൻഡ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അതൊരു തെറ്റായ തീരുമാനം എന്ന രൂപത്തിലാണ് പലരും ആ ഘട്ടത്തിൽ അതിനെ കണ്ടിരുന്നത്. പക്ഷേ കളി തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ച. വളരെ ടൈറ്റായിട്ടാണ് തുടക്കത്തിൽ അവർ പന്തെറിഞ്ഞ് തുടങ്ങിയത്. രോഹിത് ശർമ്മയേക്കാൾ അഗ്രസീവായിട്ടൊരു പക്ഷേ തുടക്കത്തിൽ കളിച്ചത് ശുഭ്മൻ ഗില്ലാണെന്ന് പറയേണ്ടി വരും. എന്തായാലും രണ്ടുപേരും ചേർന്ന് 70 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കി. പിന്നെ രോഹിത് ശർമ്മ മടങ്ങി. 38 പന്തുകളിൽ നിന്ന് 4 ഫോറിൽ സഹായത്തോടെ അദ്ദേഹം 24 റൺസ് അടിച്ചിരുന്നു. ഗില്ല് അർദ്ധ സെഞ്ചുറി നേടി. ക്യാപ്റ്റൻ 53 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കമാണ് 56 റൺസ് അടിച്ചത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം നടത്തി വന്ന വിരാട് കോഹ്ലിക്ക് ഇവിടെ പക്ഷേ 23 റൺസേ അടിക്കാൻ പറ്റുള്ളൂ. ക്രിസ് ക്ലർക്കാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. ശ്രേയസ് അയ്യർ 8 റൺസുമായിട്ട് മടങ്ങുക കൂടി ചെയ്തപ്പോൾ ഇന്ത്യയുടെ ഇന്നിങ്സ് തകരുകയാണ് എന്ന് തോന്നി. 118 റൺസിന് 4 എന്ന രൂപത്തിലേക്ക് ഇന്ത്യ വീണ് കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് KL രാഹുൽ രവീന്ദ്ര ജഡേജയെയും നിതീഷ് കുമാർ റെഡ്ഡിയെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടിലനൊരു കൗണ്ടർ അറ്റാക്ക് നടത്തിയത്. രവീന്ദ്ര ജഡേജ 44 പന്തിൽ നിന്ന് 27 റൺസ് എടുത്തപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 21 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ചു. അതേസമയം KL രാഹുൽ 92 പന്തുകൾ 112 റൺസ് തകർപ്പൻ സെഞ്ചുറിയുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നപ്പോഴാണ് നമ്മുടെ ടീമിന് 284 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ പറ്റിയത്. ക്ലർക്ക് 8 ഓവറിൽ 56 റൺസിന് 3 വിക്കറ്റ് ന്യൂസിലാൻഡ് നേടി. അതേസമയം ഈ 284 ഒട്ടും മതിയാകുമായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് യങ്ങും മിച്ചലും ചേർന്ന് നടത്തിയത്. ഡെവൻ കോൺവോയ് 16 റൺസുമായിട്ടും നിക്കോൾസ് 10 റൺസുമായിട്ടും മടങ്ങി അവർ 46-ന് 2 എന്ന രൂപത്തിൽ എത്തിയിടത്ത് നിന്നാണ് ഈ 2 പേരുടെ വമ്പൻ കൂട്ടുകെട്ട് ന്യൂസിലാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോയത്. വിൽ യങ് വളരെ മനോഹരമായിട്ട് കളിച്ചു. അദ്ദേഹം സെഞ്ചുറി അർഹിച്ചിരുന്നു. പക്ഷേ അതിന് 13 റൺസ് അകലെ അദ്ദേഹം വീണു. 98 പന്തിൽ നിന്ന് 87 റൺസാണ് അദ്ദേഹം നേടിയത്. കുൽദീപ് യാദവാണ് അദ്ദേഹത്തെ മടക്കിവിട്ടത്. തൊട്ടു പിന്നാലെ മിച്ചലിനെ സിറാജ് LBWയിൽ കുരുക്കി എന്ന് തോന്നിയതാണ്. പക്ഷേ കാര്യമുണ്ടായില്ല. അദ്ദേഹം അവിടെ തന്നെ കളി തുടർന്നു. 117 പന്തിൽ നിന്ന് 131 റൺസാണ് അദ്ദേഹം നേടിയത്. ഗ്ലെൻ ഫിലിപ്സ് 25 പന്തിൽ നിന്ന് 32 റൺസുമായിട്ടും പുറത്താകുന്നു. അങ്ങനെ വമ്പൻ വിജയം, തകർപ്പൻ ജയം, 7 വിക്കറ്റിൻ്റെ വമ്പൻ വിജയത്തോടുകൂടി പരമ്പര 1-1 സമനിലയിലേക്ക് അവർ കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഏകദിന മത്സരം ഞായറാഴ്ച പരമ്പരയുടെ വിധി എഴുതും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.